പ്രതിജ്ഞ. എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേ പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യ കർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കാരുണ്യവാനായ അവിടുന്ന് തൻ്റെ മക്കളുടെ സമഗ്ര വിമോചകനായ അങ്ങയച്ച യേശു ക്രിസ്തുവിൻ്റെ വരവിനെ ഓർമ്മപ്പെടുത്തുന്ന ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ യേശുവിൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നമുക്കിരുന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കാം. ആദ്യം യേശുവിൻ്റെ കാലത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ജൂബിലി വർഷം എന്നാൽ എന്താണ്? അതിൻ്റെ ലക്ഷ്യം. സാൻ ഹെദ്രിൻ സംഘം എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരവാദിത്വം. റോമാ സാമ്രാജ്യത്തിൽ നിന്നുള്ള പീഡനം. ഇവയാണ് നാം 10ാം പാഠത്തിലെ 1ാം ഭാഗത്തിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയും രാഷ്ട്രീയവും എന്ന ഭാഗമാണ്. ഏതാണ്? സഭയും രാഷ്ട്രീയവും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വീക്ഷണം ഈ ലോകത്ത് തുടരുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. സഭയ്ക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? ആ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വീക്ഷണം എങ്ങനെയായിരുന്നു? അതാണ് സഭയുടെ ലക്ഷ്യം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വീക്ഷണം, അതായത് ദരിദ്രന്റെ ഉന്നമനവും ബന്ധിതന്റെ മോചനവും മനുഷ്യർക്കിടയിലെ സമത്വവും ഐക്യവുമെല്ലാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാൽ സഭയുടെ പ്രബോധനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ മാർഗദർശനമായി നിലകൊള്ളുന്നു. ആരുടെ പ്രബോധനങ്ങൾ? സഭയുടെ പ്രബോധനങ്ങൾ നിലകൊള്ളുന്നത് പൊതു നന്മ മുൻനിർത്തി സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ പൊതു നന്മയ്ക്ക് അനുസൃതമായി ക്രമീകരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങൾക്കും നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനും നിലകൊള്ളുന്ന പൊതു സംവിധാനമാണ് രാഷ്ട്രീയം. എന്താണ് രാഷ്ട്രീയം? അറിയാമോ? ഇപ്പം നമുക്കെല്ലാം അറിയേണ്ട സമയമാണ് അല്ലേ? ഇലക്ഷന് മറ്റും നടന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് കേട്ടത്. രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. പൊതു നന്മ മുൻനിർത്തി സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുക. സ്വാർത്ഥതയല്ല, പൊതു നന്മ. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ പൊതു നന്മയ്ക്ക് അനുസൃതമായി ക്രമീകരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങൾക്കും, ഒരാളെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ജാതിക്ക് ഒരു വർഗത്തിന് ഒരു കൂട്ടത്തിന് അല്ല, എല്ലാ വിഭാഗങ്ങൾക്കും നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനും നിലകൊള്ളുന്ന പൊതു സംവിധാനമാണ് രാഷ്ട്രീയം. നിങ്ങളോട് ചോദിക്കും രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ ഇതെല്ലാം തന്നിട്ട് പൊതു സംവിധാനമാണ് ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? പൊതു നന്മ മുൻനിർത്തി സാമൂഹിക പ്രശ്നങ്ങൾ, സമൂഹത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇല്ലേ? ഇപ്പം വെള്ളമില്ല, അവിടെ പാചകവാതകം എത്തുന്നില്ല അല്ലേ, അഴുക്കുകൾ കൂട്ടിയിടുന്നു, പെരിയാറിൽ
അഴുക്കുവെള്ളം ഒഴുക്കുന്നു, അതുപോലെയുള്ള നല്ല വെള്ളങ്ങൾ അശുദ്ധമാക്കുന്നു, പട്ടിണി ആളുകൾ ഇഷ്ടകിടക്കുന്നത് അന്വേഷിക്കുന്നില്ല, അപ്പോൾ ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുവാൻ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ, ഇതാണ് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ പൊതുനന്മയ്ക്ക് അനുസൃതമായി ക്രമീകരിക്കണം. വ്യക്തികളും പ്രവർത്തിക്കുന്നുണ്ട്, സമൂഹവും പ്രവർത്തിക്കുന്നത് പൊതു നന്മയ്ക്കായി, അവരവരുടെ ആവശ്യങ്ങൾക്കല്ല, പൊതു നന്മയ്ക്കായി ക്രമീകരിക്കുക. എല്ലാ വിഭാഗങ്ങൾക്കും നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് നിലകൊള്ളുന്ന പൊതു സംവിധാനമാണ് രാഷ്ട്രീയം. താണജാതി, ഉയർന്ന ജാതി, ആദിവാസികൾ, സ്വന്തം രാജ്യത്തുള്ളവർ, അവർക്ക് വേണ്ടിയിട്ടല്ല, പൊതു വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് രാഷ്ട്രീയം, അതാണ് അതിൻ്റെ ലക്ഷ്യം. അത് സാധ്യമാകുന്നുണ്ടോ ഇല്ലോ എന്നും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, 9ാം ക്ലാസ്സായില്ലേ. ഇനി ഓരോ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും ഗതിവിഗതികൾ നിർണയിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ സഭ ക്രിയാത്മകമായി ഇടപെടേണ്ടത് ആവശ്യമാണ്. എന്തിനാണ്? ഓരോ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും ഗതിവിഗതികൾ നിർണയിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ സഭ ക്രിയാത്മകമായി ഇടപെടേണ്ടത് ആവശ്യമാണ്. പ്രസംഗിച്ചാൽ മാത്രം പോരല്ല, ക്രിയാത്മകമായി സഭ അതിൽ ഇടപെടണം. ദൈവരാജ്യം പടുത്തുയർത്തുകയാണല്ലോ സഭയുടെ ലക്ഷ്യം. എന്താണ് സഭയുടെ ലക്ഷ്യം? ദൈവരാജ്യം ഭൂമിയിൽ പടുത്തുയർത്തുക. ദൈവരാജ്യം എന്നത് ഈ ലോകത്തിൽ ആരംഭിച്ച് പരലോകത്തിൽ പൂർത്തിയാകുന്ന യാഥാർത്ഥ്യമാണ്. എന്തോരം പ്രധാനപ്പെട്ട വാക്കുകളാണെന്ന് നോക്കിയാൽ അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ദൈവരാജ്യം എന്നത് ഈ ലോകത്തിൽ ആരംഭിക്കണം. സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കണ്ട. ഈ ലോകത്തിൽ ആരംഭിച്ച് പരലോകത്തിൽ പൂർത്തിയാകുന്ന യാഥാർത്ഥ്യ സത്യമാണത്. സത്യമായ ഒരു കാര്യമാണ്. ഹൃദയ പരിവർത്തനമാണ് അതിൻ്റെ കാതൽ. അണ്ടർലൈൻ ചെയ്യും, ഹൃദയത്തിൻ്റെ പരിവർത്തനം. കർത്താവ് വചനം പറയുന്നുണ്ട്, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. സാമൂഹിക ഘടനയും ബന്ധങ്ങളും സുവിശേഷ അനുസൃതം പുനരാഖ്യാനം ചെയ്യപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും വേണം. സാമൂഹിക ഘടനയും ബന്ധങ്ങളും, പരസ്പരമുള്ള ബന്ധങ്ങളും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരാഖ്യാനം ചെയ്യണം, ക്രമീകരിക്കണം. ഭൗമിക ജീവിതം, ഈ ഭൂമിയിലുള്ള ജീവിതം ദൈവിക നീതിക്കനുസരിച്ച് പരിവർത്തന വിധേയമാക്കുക എന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ദൈവിക നീതിക്കനുസരിച്ച് പരിവർത്തനം, നമ്മ ദൈവിക നീതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് പറഞ്ഞില്ലേ, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, അല്ലേ? ദൈവിക നീതിക്കനുസരിച്ച്, അത് മാത്രമല്ല നീതിയാണ് ദൈവം. പരിവർത്തനം വിധേയമാക്കുക എന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതം പരിവർത്തനപ്പെടുത്താൻ സഭയ്ക്ക് രാഷ്ട്രീയത്തെ സുവിശേഷ സന്ദേശങ്ങൾ അനുസരിച്ച് സ്വാധീനിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തെ സ്വാധീനിക്കണം. എങ്ങനെ? സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈശോ നമ്മോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാധീനിക്കേണ്ടത്. മനുഷ്യോന്മുഖമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന സഭയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. 1. നിരാലംബരുടെ വിമോചനം ഗൗരവപൂർവ്വം എടുക്കുന്ന സഭയ്ക്ക് രാഷ്ട്രീയത്തെ നിസ്സാരമായി കാണാനാകില്ല. രാഷ്ട്രീയത്തിൽ കൂടി തന്നെ നിരാലംബരുടെ വിമോചനം സാധിക്കാൻ സഭയ്ക്ക് സാധിക്കും. അത് ഗൗരവമായി തന്നെ എടുക്കുക. സഭയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആധാരം സുവിശേഷ മൂല്യങ്ങളാണ്. അണ്ടർലൈൻ ചെയ്യണം. സഭയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആധാരം സുവിശേഷ മൂല്യങ്ങളാണ്. അടിസ്ഥാനം സുവിശേഷ മൂല്യങ്ങൾ. നമ്മളെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്നത് സുവിശേഷ മൂല്യങ്ങളിലാണ്. ഒരു ധാർമ്മിക ശക്തി എന്ന നിലയിൽ സഭയ്ക്ക് നിർണായകമായ സ്വാധീനം സമൂഹത്തിന്റെ വളർച്ചയിൽ ചെലുത്താനാകും. ഒരു ധാർമ്മിക ശക്തി എന്ന നിലയിൽ. ഇനി ക്രൈസ്തവ ആശയങ്ങൾ ഒരു കാലത്തും അപ്രസക്തമാവില്ല. വിരളമായി മാത്രമേ ക്രൈസ്തവ ആദർശങ്ങൾ എതിർക്കപ്പെട്ടിട്ടുള്ളൂ. അതെ, ക്രൈസ്തവരുടെ ആശയങ്ങൾ ഒരിക്കലും അത് പ്രാബല്യത്തിൽ വരാതിരുന്നിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ. കാരണം നമ്മുടേത് സുവിശേഷ അനുസൃതമാണ്. നമ്മൾ സഭയുടെ ലക്ഷ്യവും നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ രാജ്യം വരണമേ എന്നതാണ് സഭയുടെ നിരന്തരമായ പ്രാർത്ഥന. എന്താണ് സഭയുടെ നിരന്തരമായ പ്രാർത്ഥന? അവിടുത്തെ രാജ്യം വരണമേ. എവിടെയാണ് നമ്മൾ എപ്പോഴും ചെല്ലുന്നത്? സ്വർഗസ്ഥനായ എന്ന ജപത്തിലൂടെ. ശരി. ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സഭയുടെ പ്രയത്നങ്ങൾ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ അനിവാര്യമാണ്.
കേട്ടാ. രാഷ്ട്രീയത്തിൽ ചേരണോ വേണ്ടേ എന്നൊക്കെ ഒരു തർക്കം ഉണ്ടാവും. നിങ്ങൾ ഈ പോയിന്റെല്ലാം എഴുതി കൊടുക്കണം. ശരിക്കും ഇത് ആവശ്യമാണ്. രാഷ്ട്രീയം, സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ, അല്ലേ? വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ ഇടപെടണമോ വേണ്ടെന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ കർക്കശമായി വേണ്ടാന്ന് പറയും. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നിങ്ങൾ അതനുസരിച്ച് ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ രാഷ്ട്രീയം അത്യാവശ്യമാണ്, നമ്മൾ ഉൾക്കൊള്ളണം. പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമോ താൽക്കാലികവുമായ പരിഹാരമല്ല, സ്ഥായിയായ പരിവർത്തനമാണ് സഭ ലക്ഷ്യം വയ്ക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമോ താൽക്കാലികമായ പരിഹാരമോ ആർക്കും ചെയ്യാൻ സാധിക്കും, അല്ലെ? വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ പരിഹരിക്കാം, സ്വന്തം. പിന്നെ താൽക്കാലികം അതല്ല ആവശ്യപ്പെടുന്നത്, അതല്ല സഭ ആഗ്രഹിക്കുന്നത്. സഭയുടെ ലക്ഷ്യവും അതല്ല. സ്ഥായിയായ സ്ഥിരമായ ഒരു പരിവർത്തനം, നിരാലംബരുടെ വിമോചനവും ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനവും തൊഴിലാളി വർഗത്തിന്റെ ഐശ്വര്യവും അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണല്ലോ സഭയുടെ നിരന്തരമായ ആഹ്വാനങ്ങൾ, അല്ലേ? യേശു സമഗ്ര വിമോചകനായി വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞെന്താണ്? അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അത് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത് പഠിച്ചതാണ്. ഇനി കക്ഷി രാഷ്ട്രീയത്തിന്റെയും കുടിപ്പകയുടെയും അഴിമതികളുടെയും കരിഞ്ചന്തയുടെയും നീരാളിപ്പിടുത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അധികാര സ്ഥാനത്തിരിക്കുന്നവരും സ്വതന്ത്രരാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. നടക്കാത്ത വലിയ ആഗ്രഹം, അല്ലേ? ഈ കാലത്ത് നടക്കാത്തത്. നടക്കേണ്ടതാണ്, നടക്കാത്തൊരു കാര്യം. കക്ഷി രാഷ്ട്രീയമാണ് ഇപ്പോൾ എല്ലാം. നിങ്ങൾ 9ാം ക്ലാസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ ഇതെല്ലാം അറിയാമല്ലോ. കുടിപ്പക, ഇന്ന് കൊല്ലുന്നവർ 4 കൊല്ലം കഴിഞ്ഞാൽ ഓർമ്മയിൽ വെച്ച് നടന്ന് അവനോട് പകരം വീട്ടും, അവൻ്റെ ജീവനെടുക്കും. എന്ത് മൃഗീയമായ ആക്രമണമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. കരിഞ്ചന്ത കണ്ടില്ലേ? എന്തോരം പേരാണ് ഇപ്പം ജയിലിൽ കിടക്കുന്നത്. എത്ര വലിയ വലിയ കരിഞ്ചന്തയാണ് നടക്കുന്നത്. എത്ര വലിയ അഴിമതി, സ്വർണ്ണക്കടത്ത്, എല്ലാം. ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എങ്കിലും നിങ്ങളെന്നും ഈ ന്യൂസ് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മളൊരിക്കലും സഭയുടെ മക്കൾ അതുപോലെ ആകരുത്. അതിൽ നിന്ന് ഓടിയകലണം. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്നും ഓടി ഒളിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയം, കുടിപ്പക, അഴിമതി, കരിഞ്ചന്ത ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളും അധികാര സ്ഥാനത്തിരിക്കുന്നവരും സ്വതന്ത്രമാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. സഭയുടെ വലിയ ആഗ്രഹമാണ്, അല്ലേ? അതിനായി സഭ പ്രവർത്തിക്കണം. സഭ പ്രവർത്തിക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിനും മതസ്വാതന്ത്ര്യത്തിനുമെതിരെയുള്ള വെല്ലുവിളികൾ അവസാനിപ്പിക്കാനും മത തീവ്രവാദം ഇല്ലാതാക്കാനും രാഷ്ട്രീയ അധികാരത്തിലുള്ളവർ നിരന്തരം ശ്രമിക്കേണ്ടതാണ്. സഭ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? മതസൗഹാർദ്ദത്തിന്റെ പേരിലുള്ള വെല്ലുവിളികൾ, മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾ, മത തീവ്രവാദം ഇല്ലാതാക്കണം. ഇതെല്ലാം രാഷ്ട്രീയ അധികാരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യമാണ്. അതാണ് രാജ്യത്ത് അല്ലെ ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞ് അധമ രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നത് സാമൂഹ്യ ജീവിതത്തെയും വ്യവസ്ഥിതികളെയും രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നത് സമൂഹ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞ്. എന്താണ് ഈ പ്രത്യയശാസ്ത്രങ്ങൾ? അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്ക്? ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ലക്ഷ്യങ്ങളെയും പ്രതീക്ഷകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൂട്ടം ആശയങ്ങളെയാണ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ലക്ഷ്യങ്ങളെയും പ്രതീക്ഷകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൂട്ടം ആശയങ്ങളെയാണ് പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് പറഞ്ഞ് അധമ രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നത് സമൂഹ ജീവിതത്തെയും വ്യവസ്ഥിതികളെയും താറുമാറാക്കും. പൊതുനന്മ ലക്ഷ്യം വെച്ച് പ്രവാചക സ്വരമുയർത്തുന്ന സഭയ്ക്ക് എന്നും ഭരണകൂടങ്ങളുടെ അപ്രീതി നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സഭയുടെ സ്വരം എന്നും പ്രവാചക സ്വരമായി നിലകൊള്ളണം. ആരുടെ സ്വരം? പ്രവാചകൻ, ദൈവത്തിന്റെ നാവാണെന്നാണ് പറയുന്നത്. ഇനി നിരീശ്വരവാദത്തെയും നിരീശ്വര പ്രസ്ഥാനങ്ങളെയും സഭ എതിർക്കുന്നു. ദൈവമില്ലെന്നുള്ളതും ദൈവത്തിന്റെ പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുന്ന ആ നിരീശ്വരവാദികളെ, അവരുടെ പ്രസ്ഥാനങ്ങളെ സഭ ശക്തമായി എതിർക്കുന്നു. സഭാധികാരികൾക്കും സഭാംഗങ്ങൾക്കും ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ സഭാംഗങ്ങളെ
ചില പ്രത്യയശാസ്ത്രങ്ങളെ പേരൊറിഞ്ഞ് ഭിന്നിപ്പിക്കുന്ന പ്രവണതകളെ തിരിച്ചറിയുകയും സഭ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ പുറന്തള്ളുകയാണ് വേണ്ടത്. വലിയൊരു നോട്ട് എഴുതി വെക്കാനുണ്ട്. നിങ്ങളിത് മുഴുവൻ എഴുതേണ്ടതാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ സഭയും രാഷ്ട്രീയം എന്ന കാര്യത്തിൽ പഠിക്കുന്നത്. എല്ലാം പ്രധാനം തന്നെ. നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഈ ഭാഗം നിങ്ങൾ എഴുതി വെക്കണം, പഠിക്കണം, രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. എന്നിട്ട് വേണം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ. നിങ്ങൾ ഒരുപാട് ഉന്നത പദവികൾ അലങ്കരിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇതൊക്കെ അറിയാതെ വെറുതെ കണ്ണടച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒരാൾ ബന്ധം പ്രഖ്യാപിച്ച് അവരോടുകൂടി കുറേ പുറകെ പോയി ഒരാൾ ഇന്ന കാര്യം ആവശ്യപ്പെട്ട് അത് സത്യമാണോ ഇല്ലയോ എന്നറിയണം, സഭയ്ക്ക് ചേർന്നതാണോ ഇല്ലതോ എന്നറിയണം, പ്രവാചകരുടെ സ്വരമാണോ എന്ന് തിരിച്ചറിയണം. ഇതെല്ലാം അറിഞ്ഞ് ഈ ലക്ഷ്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് സഭയും രാഷ്ട്രീയം എന്നുള്ള ഈ ഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കിന്നത്തെ ഇത്രയും കൊണ്ട് നിർത്താം. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക്. ഇല്ല, എല്ലാം കൂടി എടുത്താൽ നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാൻ പറ്റില്ല. എൻ്റെ മക്കളെ ഞാൻ വീണ്ടും പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, സഭയും രാഷ്ട്രീയവും. 9ാം ക്ലാസ്സിലായ നിങ്ങൾക്ക് ഇത് ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ടിത് വിശദീകരിച്ച് വലിയൊരു നോട്ട്, ഒരു 5 പേജെങ്കിലും കുറയാത്ത ഒരു പ്രബന്ധം എഴുതി എന്നെ ഏൽപ്പിക്കണം. എന്നെ എങ്ങനെ ഏൽപ്പിക്കും? എഴുതി വയ്ക്കുക. ഏതായിരുന്നാലും കോവിഡൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് തുറന്ന ഉടനെ എന്നെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കുന്നവർക്ക് മാത്രമേ ഞാൻ അതിന് മാർക്കിടുള്ളൂ. എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. എഴുതിയവർ 5 പേജ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നെങ്കിലും എന്നെ അറിയിക്കണം. സഭയും രാഷ്ട്രീയവും അങ്ങനെ തന്നെ ഈ പുസ്തകത്തിലുണ്ട്. അവിടെ അതിനകത്ത് പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, പ്രധാന പരീക്ഷയ്ക്ക് ഇത് ഞാൻ വിലക്കെടുക്കുന്നതാണ്. അത് പ്രധാനമായിട്ട് എടുക്കും, മാർക്കിടും. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഇപ്പം തന്നെ അധികമായി അല്ലേ? നമുക്ക് എഴുന്നേറ്റേക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയും വലിയ അറിവുകൾ തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അന്ധമായി ഞങ്ങളെ നയിക്കുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, സഭയ്ക്കത്ത് വളരുവാൻ, സഭയുടെ ലക്ഷ്യം വെച്ച് നീങ്ങുവാൻ, തെറ്റും ശരിയും മനസ്സിലാക്കി നീങ്ങുവാൻ, അന്ധമായി നയിക്കാതെ അന്തരെ നയിച്ചാൽ കുഴിയിൽ വീഴുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകാതെ സഭയുടെ ലക്ഷ്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ, രാഷ്ട്രീയം അതനുസരിച്ച് ഉപയോഗിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അമ്മേ മാതാവേ, അതിനായി ഞങ്ങളെ സഹായിക്കണമേ. അല്ലേ, ക്രിസ്മസ് വരികയാണ്. നല്ലപോലെ കിട്ടുന്ന അവസരത്തിൽ എവിടെയെങ്കിലും നല്ലൊരു കുമ്പസാരം നടത്തുക. ഇപ്പോൾ പല പള്ളികളിലും കുമ്പസാരിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കുമ്പസാരിക്കുക. കുറേശ്ശെ കുട്ടികളെയൊക്കെ ഇവിടെയും കുമ്പസാരിപ്പിക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ. അതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുക, സത്പ്രവർത്തികൾ ചെയ്യുക. കേവലം കുടുംബത്തിലെങ്കിലും ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക. ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് ഒരു ദിവസം ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നല്ലൊരു കുരിശടയാളം വരക്കണം. എല്ലാ അന്ധകാര ശക്തികൾ അതിലൂടെ കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ അല്ലേ? അപ്പോൾ ആ കുരിശടയാളം വരച്ച് ഒരു 3 കുരിശടയാളം നിങ്ങൾ വരക്കണം ഒരു ദിവസം അല്ലേ? എന്നിട്ട് പുറത്തോട്ടിറങ്ങുക. ആ കുരിശ് നിങ്ങളെ സംരക്ഷിക്കും. ഓക്കെ.